മലയാള സിനിമയിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എൻ്റെ മകനാണ് എന്ന് തെരുവിൽ അലഞ്ഞു നടക്കുന്ന മദ്യപാനിയായ ഒരാൾ സുബോധമില്ലാഞ്ഞിട്ടാണെങ്കിൽ കൂടിയും വിളിച്ച് ഉറക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുക? നിങ്ങൾ വിശ്വസിക്കുമോ അയാൾ പറയുന്നതിനകത്ത് സത്യസന്ധമായ വസ്തുത ഉണ്ട് എന്നുള്ള കാര്യം? ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം നമുക്കറിയാം, മിക്കവാറുമുള്ള മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ എല്ലാവരുടെയും തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാം. ഞാൻ മെഗാ സ്റ്റാറുകളെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂ ജനറേഷനിലുള്ള ധാരാളം നടന്മാർ നമ്മളുടെ മലയാള സിനിമയിൽ വിളങ്ങി കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് പ്രചോദിപ്പിച്ച നല്ല ഫാൻസ് അസോസിയേഷനും ഒക്കെ ആയിട്ട് ഉള്ള ധാരാളം നടന്മാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. തമിഴ് സിനിമയിലും മുഖം കാണിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ധാരാളം നടന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടനെക്കുറിച്ച് ഒരു തെരുവോരത്തുള്ള ഒരാൾ മദ്യപിച്ച് പറയുകയാണ്, അവൻ എൻ്റെ മകനാണ്, അവൻ എൻ്റെ മാത്രം മകനാണ്, പക്ഷേ അതാരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആരും ചെവിക്കൊള്ളില്ല. വെറും ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു മദ്യപാനിയുടെ വെറും വീൺമവായിട്ടോ അല്ലെങ്കിൽ വിടുവാക്കായിട്ടാണോ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ, അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു പരിതസ്ഥിതിയിൽ, ഒരു മാനസിക അവസ്ഥയിൽ എത്തിച്ചേരും. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. ആമുഖമായി പറയട്ടെ, ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് അത് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന, നമുക്ക് നേരിട്ട് പോയി അന്വേഷിച്ച് അറിഞ്ഞ് നേടുന്ന വിവരങ്ങളോ അറിവുകളോ ആയിരിക്കുകയില്ല. മറ്റുള്ളവർ പറഞ്ഞറിയുകയും മറ്റുള്ളവരുമായിട്ട് സംവദിക്കുകയും അവരുടെ കാര്യങ്ങൾ അത് വെച്ച് നമ്മളതൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്ന ആ കാര്യങ്ങളാണ് നിങ്ങളുമായി സംവദിക്കുന്നത്. അത് പക്ഷേ അതിൽ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ കണികകൾ 90% ചിലപ്പോൾ 9% ചിലപ്പോൾ 100% ചിലപ്പോൾ 1% പോലും കാണുകയുമില്ലായിരിക്കാം. കാരണം ഇത് കഥകളാണോ എന്ന് ചോദിച്ചാൽ ചില സംഗതികൾ കഥകളല്ല, ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ്. ജീവിതത്തിൻ്റെ നേർചിത്രങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ്. ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു വ്യക്തി നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ അയാളുടെ അനുഭവങ്ങൾ നമ്മളുമായി ഷെയർ വെക്കുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചോദിക്കാവുന്ന സ്വാഭാവികമായിട്ടും ഉരുത്തിരിയുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയുടെ സമ്പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത് തന്നെ പറയുകയാണെങ്കിൽ, മലയാള സിനിമയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നടനെക്കുറിച്ച് ഇന്ന നടൻ്റെ അച്ഛൻ തെരുവുതണ്ടിയാണ്, അയാൾ മദ്യപിച്ച് തെരുവിൽ കിടക്കുന്നുണ്ട്, അയാളുടെ മകനാണ് അയാൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മേ ബി നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചാനലിന് ധാരാളം റീച്ചിലേക്ക് എത്തുമായിരിക്കാം, അല്ലെങ്കിൽ ധാരാളം അത് വൈറലിലേക്കൊക്കെ മാറാമായിരിക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ അവഹേളിക്കുന്നത് ഈ വസ്തുത സത്യസന്ധമല്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ വസ്തുത സത്യസന്ധമാണ് എങ്കിൽ കൂടിയും അതിൽ കൂടി ഒരു മനുഷ്യജീവന് വരുന്ന അവഹേളനം, അയാളുടെ സകല ഇമേജുകളും താറുമാറായി തകർന്ന് തരിപ്പണമാകുകയാണ്, അയാളുടെ ജീവിതം തന്നെ ഇരുളിലേക്ക് മാറുകയാണ്. നമ്മൾ ഒരിക്കലും ഒരാളെ ഒരു വലിയ അഗാധമായ ഗർത്തത്തിലേക്ക്, ദുഃഖത്തിൻ്റെ, വേദനയുടെ, അപഹാസത്തിൻ്റെ, പരിഹാസത്തിൻ്റെ ആ ഒരു ഗർത്തത്തിലേക്ക് ഒരിക്കലും നമ്മൾ തള്ളിവിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയുകയും ചെയ്യുന്നതായിരിക്കില്ല എന്ന ആമുഖത്തോടു കൂടി ഞാൻ പറയട്ടെ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ, ചെന്നൈയിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലെ കോയമ്പേടാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. പലപ്പോഴും പല സ്ഥലങ്ങളിലാണ് കോയമ്പേട്, ഇൻ ആൻഡ് അറൗണ്ട് കോയമ്പേടിലാണ് ഞാൻ താമസിക്കുന്നത്. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരിക്കാം ചിലപ്പോൾ താമസിക്കുന്നത്. ചില സമയത്ത് നമ്മുടെ ഡിപ്പെൻസ്, അവർ നമുക്ക് തരുന്ന മെറീന ബീച്ചിൻ്റെ പരിസരത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെയായിരിക്കും. അണ്ണാനഗറിലാണെങ്കിൽ അല്ലെങ്കിൽ ടി നഗറിലാണെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് താമസിക്കുക. പക്ഷേ അന്നത്തെ യാത്രയിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പോയത്
അല്ലെങ്കിൽ ഞാൻ താമസിച്ചത് കോയമ്പേടായിരുന്നു. കോയമ്പേട് എന്ന് പറഞ്ഞാൽ ചെന്നൈയുടെ ഹൃദയഭാഗമാണ്. അവിടെയാണ് കോയമ്പേട് ബസ് സ്റ്റാൻഡും കോയമ്പേട് മെട്രോ സ്റ്റേഷനും ഒക്കെ ഉണ്ട്. അവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതെല്ലാം തന്നെ തൊട്ടടുത്തടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്ററിനേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം. ഞാൻ അത്തവണ പോയപ്പോൾ എന്നോട് തലേദിവസം ഞാൻ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി. ഞാൻ 3 ദിവസത്തെ ട്രിപ്പിനാണ് ഞാൻ പോയപ്പോഴേക്കും എന്നോട് ശരവണൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, സാറ് എനിക്ക് ഉങ്ങളിട്ട് ഒരു പ്രമാദമായ വിഷയം ചൊല്ലണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ശരവണ, എന്താണ് പ്രമാദമായ വിഷയം? അപ്പോൾ ശരവണൻ പറഞ്ഞു, എനിക്കറിയാം സാറ് ഇങ്ങനെയുള്ള ഈ മറ്റുള്ള ചാനലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഞാനൊരു വിവരം അറിഞ്ഞു അത് സാറിനിട്ട് എനിക്ക് ചൊല്ലണം. അത് പ്രമാദമായ വിഷയമായിട്ടിരിക്കുന്നത്, ரொம்ப പ്രമാദമായ വിഷയം സാറിന് தெரியுமா? இங்கே ഒരാൾ இருக்கு, കോയമ്പേട് ഒരാൾ இருக்கு. അയാൾ എന്താ പറയുക, മറ്റൊരു സ്ഥലത്ത് നിന്ന്, അതായത് കോടമ്പക്കുന്ന മറ്റോ വന്നിരിക്കുന്നത്. അയാൾ വന്നിട്ട് എനിക്ക് അയാൾ ചൊല്ലുന്നത് തമിഴ് കേരളാവിലെ ഒരു പെരിയ സൂപ്പർ സ്റ്റാർ അയാളുടെ മകനായിട്ട് இருக்குது. അയാൾ ആ പെരിയ സൂപ്പർ സ്റ്റാറിൻ്റെ அப்பா வந்து சொல்லிட்டே இருக்குது, தண்ணி மூந்திட்டு அப்படியே சொல்லிட்டே இருக்குதுன்னு ആരുമേ ചെവി കൊടുക്കാതെന്ന് പറയും. അതായത് പിന്നെ നമ്മുടെ കോടമ്പക്കത്തുനിന്നും ആ പരിസര പ്രദേശത്തും കണ്ട് ആരാണ്ട് ഒരാൾ അവിടെ വന്നിരുന്നു, കോയമ്പേട് വന്നിട്ട് അവിടെ വന്നിട്ട് മലയാളത്തിലെ ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ അച്ഛനാണ് ഞാൻ എന്ന് അയാളിങ്ങനെ അവരുടെ ഉറക്കെ പറയുകയും അത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ആൾക്കാരൊക്കെ ചെവി കൊടുക്കാറില്ല. ഇവന് ചെറിയ മലയാളത്തിൻ്റെ ഒരു സംഗതികളൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി കേട്ടു. അപ്പോൾ അവന് കൗതുകമായിട്ട് തോന്നിയതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അവനറിയാം ഞാൻ ചെറിയ ചാനലുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കൗതുകമായ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്നുള്ള കാര്യം ശരവണൻ അറിയാം. അപ്പോൾ ശരവണൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ഒരു എന്താ പറയുക, ഒന്ന് ക്ലിക്ക് ചെയ്തു. എനിക്ക് താല്പര്യം തോന്നി. ഞാൻ ചോദിച്ചത് ആരാണ് അങ്ങനെ പറഞ്ഞത്? വെറുതെ പ്രാന്ത് പറയുന്നതായിരിക്കും, വലിയ കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ഇല്ലേ ശരവണ എന്ന് പറഞ്ഞു, അല്ല സാർ നിജമായിട്ട് ഇരിക്കുക, അയാൾ ചൊല്ലുന്നത് അയാൾ അന്ത സൂപ്പർ സ്റ്റാറിൻ്റെ നിജമായിട്ടുള്ള അപ്പാവെന്നേ ചൊല്ലിട്ട് ഇരിക്കുന്നത്. അയാൾ മട്ടും അയാളുടെ അപ്പാവ് അപ്പടിയേ ചൊല്ലിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഇங்கே തമിഴ്നാട്ടിൽ നമ്മുടെ രജനീകാന്തിൻ്റെ മരുമകനില്ലേ ധനുഷിൻ്റെ അപ്പാവും അമ്മായും വേറെ ആളെന്ന് ചൊല്ലിട്ട് ഇരിക്കില്ല. അപ്പടിയേ ഇയാൾ ചൊല്ലുന്നത് ഇത് എന്നുടെ മകൻ എന്ന് ചൊല്ലിട്ട് ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞു. എനിക്കറിയാതെ തമിഴിൽ കൂട്ടിക്കലർത്തി പറഞ്ഞു കേട്ടോ, അതങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്കതിനകത്ത് ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ പറഞ്ഞു, അയാളെ എവിടെ വെച്ചാണ് കണ്ടത്, നീ എവിടെയാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ എന്നേക്ക് മട്ടും പാത്തിരിക്കുന്നത്, ഇങ്ങേക്ക് മട്ടും ഞാൻ സായങ്കാലം മധ്യാഹ്നത്തിൽ ഞാൻ പാത്തിട്ടേ ഇരിക്കുന്നത്, അയാൾ അങ്കമട്ടും ഇருக்கு അന്ന് അവൻ എന്നോട് പറഞ്ഞു അയാൾ അവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരവണൻ പറഞ്ഞ കാര്യം ആയിക്കോട്ടെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എവിടെയാണ് സ്ഥലമൊക്കെ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ശരവണൻ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ഒരു സ്പാർക്കായിട്ട് കിടന്നു. ഇയാൾ പറഞ്ഞത് സത്യമായിരിക്കുമോ എന്തോ, മേ ബി ഓർ മേ നോട്ട് ബി. അപ്പോൾ ഞാൻ വൈകുന്നേരം ഡിന്നർ കഴിക്കാനായിട്ട് 8:30 ആകുന്ന സമയം അത്രയൊക്കെ ആകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഭക്ഷണം ഇതെൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്, ഞാൻ കോയമ്പേട് താമസിക്കുന്നത് കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലാക്കാസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു നല്ല ഹോട്ടലാണ്, തേജസ് സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. എക്സ്പെൻസീവാണ്, അറൗണ്ട് 2500 ഒക്കെയാണ് സിംഗിൾ റൂമിൻ്റെ റേറ്റ്. ലാക്കാഷ് ഹോട്ടലാണ്. ഞാൻ ചിലപ്പോൾ അവിടെ താമസിക്കാറുണ്ട്. അവർക്ക് എന്നെ അറിയാൻ, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് വേണ്ടി അവിടെ ബുക്ക് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യം അവർക്ക് നട്ട യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലാക്കാഷ് ഹോട്ടലിൽ ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അവിടെ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വലത്തേക്കും ഇടത്തേക്കുമുണ്ട്. ഞാൻ നടന്നത് നമ്മൾ ഇടത്തേക്ക് മുന്നോട്ട് പോകുമ്പോഴേക്കും അവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റാണ്, വെജിറ്റേറിയൻ എ ക്ലാസ് റെസ്റ്റോറൻറ്റ്. ഞാൻ പോയി രാത്രിയായി, ഞാനൊരു മസാല ദോശയും ജ്യൂസും ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ 8 മണിയായപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പയ്യെ അങ്ങ് മുന്നോട്ട് നടന്നപ്പോഴേ നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു 25 മീറ്റർ 30 മീറ്ററൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ അങ്ങോട്ട് നടക്കുമ്പോഴും ഇടതുവശത്തായിട്ട് ഒരു ഓപ്പൺ ബാറുണ്ട്. ഓപ്പൺ ബാറിൽ നിരനിരയായി ധാരാളം ആളുകൾ അവിടെ നിന്ന് മദ്യപിക്കുകയും മദ്യപിച്ച് കിടക്കുകയും അങ്ങനെയുള്ള ഒരു വലിയൊരു ഹ്യൂജ് ക്രൗഡാണ്. അവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപിക്കാൻ ചെന്നൈയിൽ ഒരു വിഷയമുള്ള കേസല്ല. ആൾക്കാർ അവിടെ നിന്ന് പോകുന്നു, മദ്യം വാങ്ങിക്കുന്നു, കുപ്പി മേടിക്കുന്നു, കുടിക്കുന്നു, ഡിസ്പോസബിൾ വാങ്ങിക്കുന്നു, കഴിക്കുന്നു, അവിടെ വലിച്ചെറിയുന്നു. ആ ഒരു ട്രെൻഡ് എല്ലാവർക്കും അവിടെ അതുവഴി കോയമ്പേട് പോകുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു സാധാരണ സംഭവമാണ്, ആരും വലിയ കാര്യമായിട്ട് അത് എടുക്കാറില്ല. ഞാൻ അങ്ങനെ ഞാൻ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയി. ഞാൻ ശ്രദ്ധിച്ചു, അവിടെ എങ്ങും ഭയങ്കര തിരക്കാണ്. ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. തിരിച്ച് ഞാൻ വന്നപ്പോഴേക്ക് ആ ഇടതുവശത്തുള്ള ആ ബാറിൻ്റെ സൈഡിൽ കൂടിയാണ്, ഓപ്പൺ ബാറാണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ സൈഡിൽ കൂടി ഞാൻ നടന്നു ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അറ്റത്തിരുന്ന ഒരു വൃദ്ധൻ, ഏകദേശം 17 വയസ്സുള്ള ഒരു വൃദ്ധൻ,
മലയാളത്തിൽ പറയുകയാണ്, എൻ്റെ മകൻ വലിയ നടനാണ്, അവൻ വലിയ സൂപ്പർ സ്റ്റാറാണ്, അവന് വലിയ വലിയ കാറുണ്ട്, അവന് ബംഗ്ലാവുണ്ട്, അവരെല്ലാം കൂടെ എന്നെ അടിച്ച് പുറത്താക്കി. അവൻ എൻ്റെ മകനാണ്, ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, എൻ്റെ സ്വന്തം മകനാണ്, അവൻ മലയാളിയാണ്, അവൻ തമിഴുകാർക്കൊക്കെ അവൻ വലിയ ഹീറോയാണ്. ഇങ്ങനെയൊക്കെ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ശരവണൻ പറഞ്ഞ കേസാണ്, വട്ട് കേസാണെന്നാണ് തോന്നുന്നത്. ഞാൻ അയാളെ നോക്കി. അയാൾ ഒരു മലയാളിയായിട്ടുള്ള ഒരു കൈലിയും ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഇളം ഗ്രീൻ അത്തരത്തിലുള്ള ഒരു ചെക്ക് പോലത്തെ കളറുള്ള ഒരു ഷർട്ടാണ് അയാൾ ഇട്ടിരിക്കുന്നത്. അയാൾ സൈഡിലേക്ക് മാറി അത്യാവശ്യം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിലും അയാൾ തീരെ അബോധാവസ്ഥയിലേക്ക് പോയിട്ടില്ല. നമ്മൾ ഈ സുബോധവും അബോധവുമായുള്ള രണ്ട് ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ. അയാൾ അവിടെ നിന്ന് പിച്ചും പേയും പറയുകയാണ്, ഇടയ്ക്ക് കരയുന്നു, ഉറക്കെ അയാൾ പറഞ്ഞത്. അയാൾ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ മലയാളി ആയതുകൊണ്ടും അയാൾ മലയാളത്തിൽ പറയുകയാണ്, എൻ്റെ മകൻ സിനിമാ നടനാണ്, എൻ്റെ മകൻ സൂപ്പർ സ്റ്റാറാണ്, അവൻ്റെ അച്ഛനാണ് ഞാൻ, എന്നിട്ട് എന്നെ ചവിട്ടി പുറത്താക്കി, എന്നെ തള്ളി പുറത്താക്കി, എന്നെ ആരും വിശ്വസിക്കുന്നില്ല, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഞാൻ പതുക്കെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ മലയാളിയല്ലേ? ഞാൻ പിന്നെ മലയാളത്തിലല്ലാതെ ഞാൻ പിന്നെ ഫ്രഞ്ച് ഭാഷയിലാണ് പറയുന്നത്, നിനക്ക് കേട്ടാൽ മനസ്സിലാകത്തില്ല, ഞാൻ മലയാളിയാണ്, പക്ക മലയാളിയാണ്, ഞാൻ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്, നിനക്ക് ഞാൻ പറഞ്ഞ കേട്ടില്ലേ, നീ മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് കൊള്ളാം, ഞാൻ ചേട്ടനോട് മലയാളത്തിലല്ലേ ചോദിച്ചത്. പിന്നെ ഈ മദ്യപിച്ച് പറയുന്നതിനോട് നമുക്ക് അധികം കൂടുതൽ സംസാരിച്ചിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അയാൾ ഇച്ചിരി മദ്യത്തിൻ്റെ ഒരു ഇതിലാണ്. വേഷഭൂഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് ഒരു കുടിയനെ ചിത്രീകരിച്ച് പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അതൊക്കെ വിവരിച്ച് പറഞ്ഞാൽ ഒത്തിരി ധാരാളം സമയം പോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കൊരു ചെറുത് മേടിച്ച് തരാമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ ഓൾറെഡി ഇപ്പോൾ തന്നെ നന്നായിട്ട് കഴിച്ചു. ഞാൻ പറഞ്ഞു, ചെറുത് ഞാൻ വാങ്ങിച്ചു തരാം, കുഴപ്പമില്ല, ചേട്ടൻ ഇവിടെ വരും, ഞാൻ വാങ്ങിച്ചു തരാം. അപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്ന് മേടിക്കും, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ കയ്യിൽ വേറൊന്നുമില്ല, ബാഗ്. അപ്പോൾ അയാളുടെ സൈഡിൽ നിന്ന് ഒരു കായസഞ്ചി, പഴയ കായസഞ്ചി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പഴയ എല്ലാവരും കൊണ്ടുവന്ന് ടൈപ്പിൽ തുണിസഞ്ചിയാണ്. അത് ചെറിയൊരു ഒരു തുണിസഞ്ചിയാണ്, അത് മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ. അത് ആ സൈഡിൽ എവിടെ വലിച്ചെടുത്തിട്ടാണ് ഇട്ടെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ബാഗ് പഴുതി എടുത്തു. ഞാൻ പറഞ്ഞു, വരും, നമുക്ക് ഒന്ന് അല്പം സംസാരിക്കാം. എനിക്ക് സംസാരിക്കൊന്നും വേണ്ട, എനിക്ക് പോകണം, ഞാൻ ഓൾറെഡി ലേറ്റായി, എനിക്ക് പോകണം, എനിക്ക് ട്രെയിൻ ഉണ്ട്, എനിക്ക് പോകണം. ഞാൻ പറഞ്ഞു, ചേട്ടൻ വരും, എൻ്റെ കൂടെ വരും, ചേട്ടന് കഴിക്കണമെന്നല്ലേ പറയുന്നത്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ അയാൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അല്പം നിർബന്ധമോ ഫോഴ്സ് ചെയ്തിട്ട് എനിക്ക് അയാളോട് സംസാരിക്കണം, ഇയാൾ പറയുന്ന വസ്തുത അറിയണം, ഇയാൾ എന്താണ് പറയുന്നതൊക്കെ അറിയണം. എനിക്ക് അയാളോട് സംസാരിക്കാൻ ഒരു സങ്കോചമുണ്ട്. അയാളെ വിളിച്ചുകൊണ്ട് എനിക്ക് എവിടേക്കാണ് ഞാൻ തന്ന ഒരു കാര്യം ചെയ്യാം, ബസ് സ്റ്റാൻഡിൻ്റെ കോണിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ വേണ്ട നേരെ കോയമ്പാട് ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്ക് ഇരുന്നു. ഇയാൾ ഉറക്കി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുമ്പോഴൊക്കെ, നിനക്കറിയാമോ, എൻ്റെ മകൻ സൂപ്പർ സ്റ്റാറാണ്, എൻ്റെ മകൻ മെഗാസ്റ്റാറാണ്, അവൻ വലിയ നടനാണെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി, ടു ബി ഫ്രാങ്ക്ലി. അപ്പോൾ എനിക്ക് തോന്നി ഇയാളെ കൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെ നിന്നും പോയി നടക്കുന്ന കേസല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഇയാളുമായിട്ട് ഹോട്ടലിലേക്ക് തന്നെ പോകാം, അവിടെ പോയി കാര്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇയാളുമായിട്ട് നേരെ ലാക്കാശ് ഹോട്ടലിൽ അവിടെ ചെന്നപ്പോഴേക്കും സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട്. സെക്യൂരിറ്റി എന്നെ കണ്ടോ, അവർക്ക് എന്നെ അറിയാം. എൻ്റെ കൂടി ഇയാളെ കണ്ടപ്പോൾ അവർ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും ഒന്നുമില്ല, ജസ്റ്റ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അയാളുമായിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേനും റിസപ്ഷൻ കഴിഞ്ഞിട്ട് കോയമ്പേട് ചെല്ലുമ്പോഴത്തേനും നമ്മൾ എൻട്രൻസ് കയറി ചെന്ന് ഈ ലാക്കാശ് ഹോട്ടലിൽ, അതിനുശേഷം റിസപ്ഷനാണ്. റിസപ്ഷൻ്റെ പിന്നെ റൈറ്റ് സൈഡിൽ സ്റ്റെയർ കേസും ലെഫ്റ്റ് സൈഡിൽ പിന്നെ നമ്മുടെ ലിഫ്റ്റുമാണ്. അപ്പോൾ പെൺകുട്ടികളുണ്ട്, അവിടെ ഉണ്ട്. അവരെന്നോട് ചോദിച്ചു, സാർ ഇത് ആര് സാറിൻ്റെ, അവർക്ക് ഇയാൾ ഏതൊരു ഭിക്ഷക്കാരനെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നപ്പോൾ അവർക്കൊരു കൗതുകം, അവർക്ക് വേണ്ടി ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞു, ഇല്ല, ഇയാൾ ജസ്റ്റ് എനിക്കൊന്ന് സംസാരിക്കാനാണ്, ജസ്റ്റ് എൻ്റെ അല്ല. അപ്പം അവർ പറഞ്ഞു, കണ്ട പൈതിക്കാരുമാതിരി, അവർ പതുക്കെയാണെങ്കിൽ അവർ പരസ്പരം രണ്ട് പെൺകുട്ടികളാണല്ലോ, അവർ കണ്ട പൈതിക്കാരുമാതിരി ഇരിക്കും, സാർ എങ്കിട്ടേ കുട്ടിക്കൊണ്ട് പോരുന്നത്. അങ്ങനെ അവരെന്തോ ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പൈത്തിക്കാരൊന്നും അല്ല, ഇയാൾ വലിയൊരാളാണ്, എനിക്കൊന്ന് സംസാരിക്കണം, ഇയാളോട് ഡ്രസ്സൊന്നും നോക്കിയിട്ട് നമ്മൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അവർ ഒന്നും പറഞ്ഞില്ല. ഞാൻ അയാൾ ലിഫ്റ്റിൽ കയറി. അപ്പം അയാളോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് എന്നെ പോകുന്നത്, എനിക്ക് പോകണം, എനിക്ക് ട്രെയിനിൽ പോകണം, എനിക്ക് സമയമായി, എനിക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്, എനിക്ക് തിരുപ്പതിക്ക് പോകാനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തിരുപ്പതിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സമാധാനമായിട്ടിരിക്കും, ചേട്ടൻ കഴിക്കണമെന്നൊക്കെയല്ലേ പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് ചെന്നു. 2ാം നിലയിലായിരുന്നു എൻ്റെ റൂം. ഞാൻ അവിടെ ചെന്നു, റൂം തുറന്നു, ഞാൻ അദ്ദേഹത്തെ അവിടെ ഇരുത്തി. ഞാൻ ചോദിച്ചു, ചേട്ടന് കുടിക്കാൻ വല്ലതും വേണം? എനിക്ക് ചെറുതുണ്ടെന്ന് പറഞ്ഞല്ലോ, ചെറുത്. ഞാൻ പറഞ്ഞു, അതിന് മുമ്പ് എനിക്ക് ചേട്ടനോടൊന്ന് സംസാരിക്കണം, ചേട്ടൻ ചെറുത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേട്ടനൊന്നും സംസാരിക്കാൻ പറ്റില്ല, അത് സാരമില്ല, ഞാൻ ചേട്ടന് വാങ്ങിത്തരാം, അത് കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയാണ്, നാട്ടിലെവിടെയാണ് സ്ഥലം? അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഞാൻ ആ രീതിയിലേക്ക് എൻ്റെ റൂമും പരിസരവും അതെല്ലാം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ ഇയാളിൽ നിന്ന് എന്തോ വിവരങ്ങൾ ശേഖരിക്കാനായിട്ടാണ്. നിനക്ക് എൻ്റെ നാട് എവിടെയാണെന്ന് നീ എന്തിനാണ് അറിയുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടനല്ലേ പറഞ്ഞത് ചേട്ടൻ്റെ മകൻ ഫിലിം സ്റ്റാറാണ്, വലിയ ആളാണെന്നുള്ള കാര്യം. അത് പറഞ്ഞു, അതെ, എൻ്റെ മകൻ ഫിലിം സ്റ്റാറാണ്, അവൻ വലിയ ആളാണ്, വലിയ നടനായിട്ട് അവൻ കഴിയുന്നുണ്ട്. അവൻ്റെ അമ്മ എന്നെ നിഷ്കരണം തള്ളി പുറത്താക്കി,
അവർക്കാർക്കും എന്നെ വേണ്ട. പക്ഷെ ആർക്കും അറിയില്ല അവൻ എൻ്റെ സ്വന്തം മകനാണ്. എൻ്റെ മകനെ എനിക്കറിയാം, അവൻ എൻ്റെ സ്വന്തം മകനാണ്. ആരും അംഗീകരിക്കുന്നില്ല. അവരാരും അത്തരത്തിൽ പറയുകയോ ഇത് ചെയ്യുന്നില്ല. അവൾക്ക് എന്നോട് പ്രണയമായിരുന്നു എൻ്റെ നല്ല കാലത്ത്. അതാർക്കും അറിയാത്ത രഹസ്യമാണ്. എനിക്കും അവൾക്കും മാത്രമാണ് ആ രഹസ്യം അറിയാവുന്നത്. അവൾ എൻ്റെ കാമുകിയായിരുന്നു. അവൾ പിന്നീട് വിവാഹം കഴിച്ചു. പക്ഷേ അത് കുട്ടിയുണ്ടാകുന്നത് എൻ്റെ കുട്ടി തന്നെയാണ്. എനിക്കറിയാം എൻ്റെ കുട്ടിയാന്നുള്ള കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ പോലെയാണ്, ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം. അവൾ വിവാഹം കഴിഞ്ഞു, കുഞ്ഞൊക്കെ ഉണ്ടായതിന് ശേഷമാണ്, പിന്നെ ഒത്തിരി കാലത്തിന് ശേഷമാണ് മകൻ ഇന്നപോലെയായി പ്രശസ്തനൊക്കെ ആയത്. ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ ഇത് പറഞ്ഞ് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അതിനൊന്നും തുനിയുന്നില്ല. പക്ഷേങ്കിൽ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ ഇന്ന് വെറും തെണ്ടിയായി തീർന്നിരിക്കുകയാണ്. എനിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു നാടോടിയെ പോലെ അലഞ്ഞു കഴിയുകയാണ്. ഞാൻ ഒത്തിരി സഹിച്ചു. എൻ്റെ സമ്പാദ്യം എല്ലാം പോയി, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, ചേട്ടൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവളായിരുന്നു. അവളെ അല്ലാണ്ട് ഞാൻ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല, വേറെ ആരെയും പ്രണയിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു സ്ത്രീ സ്ത്രീ മാത്രമാണ്, അയാളുടെ കാമുകി മാത്രമാണ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ കാര്യമൊക്കെ മനസ്സിലായി, ചേട്ടൻ പറയൂ, ചേട്ടൻ എവിടെയാണ്, ചേട്ടൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണ്, ചേട്ടൻ ആരെയാണ് പ്രണയിച്ചിരുന്നത്, ഏത് കാലഘട്ടത്തിലാണ് പ്രണയിച്ചിരുന്നത്, നിങ്ങൾ പിന്നെ എവിടെയാണ് താമസിച്ചിരുന്നത്, ചേട്ടൻ എന്തായിരുന്നു ജോലി, ചേട്ടൻ പറയുന്നുണ്ടല്ലോ ചേട്ടൻ്റെ മകൻ ഇപ്പോൾ നല്ല വലിയ നടനായി എന്ന് പറയുന്നുണ്ടല്ലോ, ആ നടൻ എൻ്റെ പേര് ചേട്ടൻ പറയേണ്ട, ആ നടൻ അഭിനയിച്ച സിനിമയൊന്ന് ചേട്ടൻ എന്നോടൊന്ന് പറയാമോ, അതെങ്കിലും ചേട്ടൻ എന്നോടൊന്ന് പറയൂ. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാമല്ലോ, ഇന്നപോലെ ചേട്ടൻ പറയുന്ന സംഗതിക്കകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ ഇത് സത്യമാണോ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ ഇരിക്കുകയായിരുന്നു, സോഫയിൽ നിന്ന് അയാൾ ചാടി എഴുന്നേറ്റു. നീ എന്താ എന്നെക്കുറിച്ച് കരുതിയത്? നീ പറഞ്ഞ പോലെ ഞാൻ വെറും നീ എന്നെ പൊട്ടനാക്കാനായിട്ട് ശ്രമിക്കുകയാണോ? എനിക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, ശരിയാണ്, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്. നീ ഒരു മലയാളിയാണ്, ഞാനും ഒരു മലയാളിയാണ്. ഞാൻ പറയുന്നു, എൻ്റെ മകൻ ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. അവന് പേരുണ്ട്, പദവിയുണ്ട്, പണം ഇഷ്ടം പോലെയുണ്ട്, ആരാധക വൃന്ദങ്ങളുണ്ട്. അവനെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നയാളാണ്. അവൻ വലിയ മനുഷ്യനാണ്. ഞാൻ അവൻ്റെ അച്ഛനാണ്. പക്ഷേ എന്ന് കരുതി നീ ചോദിക്കുന്നത് പോലെ ഞാൻ അവൻ്റെ പേര് പറഞ്ഞ് അവനെ അവഹേളിക്കുവാനോ അല്ല അവൻ്റെ അമ്മയെ അവഹേളിക്കുവാനോ അവൻ്റെ കുടുംബത്തെ അവഹേളിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. സത്യമാണ്, ഞാൻ അവൻ്റെ അച്ഛൻ തന്നെയാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാം, ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിളിച്ചു പറയാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ അവൻ്റെ അച്ഛനാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ ശാസ്ത്രീയ വശങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന് അയാൾ എന്നോട് പറയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇയാൾ കള്ളുപിടിയനാണ്, മദ്യപാനി ആണെങ്കിലും ഇയാൾക്ക് കാര്യത്തെക്കുറിച്ച് വളരെയേറെ ദീർഘവീക്ഷണവും വളരെയേറെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാവുന്നയാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇയാളെ ഞാൻ കണ്ട് ഒരു 40-45 മിനിറ്റ് സംസാരത്തിൻ്റെ ഇതിൽ ഇയാൾ അധികമൊന്നും കഴിച്ചിരുന്നില്ല, കുറച്ചേ കഴിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് അയാൾ കഴിച്ചതിൻ്റെ ആ ലെവലൊന്ന് കുറയുകയും അയാൾ സുബോധത്തിൻ്റെ ആ പന്ഥാവിലേക്ക്, സുബോധത്തിൻ്റെ ആ വഴിയിലേക്ക്, അബോധാവസ്ഥയിൽ നിന്ന് സുബോധത്തിലേക്ക് അയാൾ പയ്യെ വരികയും ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, വെള്ളമുണ്ടോ കുടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ബോട്ടിൽ വെള്ളം, ഹോട്ടലുകാർ നമുക്ക് അത്യാവശ്യം മിനറൽ വാട്ടർ തരും. ഞാനൊരു കുപ്പി വെള്ളം കൊടുത്തു. അയാൾ ആ കുപ്പിയിൽ 1/2 കുപ്പി വെള്ളവും കുടിച്ചു തീർത്തിട്ട് അയാൾ നേരെ ബാത്റൂമിലേക്ക് പോയി മുഖവും കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വന്നു. എനിക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞില്ല, കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന്. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞത് മതി, കാര്യങ്ങളൊന്നും ഞാൻ നിന്നെ പറഞ്ഞിട്ടില്ല, നീ എന്നെ കണ്ടിട്ടുമില്ല, നമുക്കറിയുകയില്ല, നീ എൻ്റെ പടമൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടൻ, ഞാൻ അങ്ങനെയില്ല. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് വിവരങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. അയാൾ ക്രുദ്ധനാകുകയും രോഷാലുവാകുകയും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലുള്ള രീതി അയാൾ പ്രകടിപ്പിക്കുകയും പോകാനായിട്ട് തിടുക്കപ്പെടുകയും ചെയ്തു. ഞാൻ അയാളിൽ നിന്ന് കേരളത്തിലുള്ള ഏത് നടൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അയാൾ ഏത് സ്ഥലക്കാരനാണ്, എന്താണ്, എവിടെയാണ് എന്നൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അയാളുടെ ഭാഷാ ശൈലി ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ നോക്കി. തൃശ്ശൂരുകാരനാണെങ്കിലും തിരുവനന്തപുരംകാരനാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കോട്ടയംകാരനാണെങ്കിലും അത് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് അയാൾ കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് ആ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു ചില സംസാര ഭാഷകളിൽ നിന്നും ചില വാക്കുകളിൽ നിന്നും ഞാൻ ഗ്രാസ്പ് ചെയ്ത ഐതർ അയാൾ കോഴിക്കോട്, മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തുള്ള ആളാണ് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഒരു എറണാകുളംകാരനാണ്. ഞാൻ പറഞ്ഞു, അയാളുടെ പ്രായം ഏകദേശം 70 അടുത്തോ അല്ലെങ്കിൽ 70 അല്പം മുകളിലോ ആണ്. കാണാനൊക്കെ നല്ല ഫിസിക്കാണ്, കുഴപ്പമൊന്നുമില്ല. പ്രായമായെങ്കിലും വലിയ
ഒന്നുമില്ല, അലഞ്ഞു നടക്കുന്നതിൻ്റെയും അലഞ്ഞു തിരിഞ്ഞ് നടന്നതിൻ്റെയും ഒക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ട്. അയാളുടെ കയ്യിൽ ഒരു കായസഞ്ചി മാത്രമേ ഉള്ളൂ. അയാൾ ഒരു നാടോടിയെ പോലെ ഇങ്ങനെ ദേശാന്തരങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. തീർച്ചയായിട്ടും അയാളുടെ പിന്നിൽ സത്യത്തിൻ്റെ നിറവാർന്ന അല്ലെങ്കിൽ ജ്വലിക്കുന്ന ഒരു കനൽ അയാൾ മൂടി വെച്ചിട്ടുണ്ട്. ആ കനൽ അയാളുടെ മുഖവുമായിട്ട് ഞാൻ കേരളത്തിലുള്ള എല്ലാ നടന്മാരുടെയും മുഖം ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ആ മുഖം കണ്ടപ്പോൾ കുറച്ച് സംശയങ്ങൾ വളരെ ഡീപ്ലി എനിക്ക് തോന്നി. അത് നിങ്ങൾക്കാണെങ്കിലും അയാളെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കത് റിവീൽ ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കില്ല നമുക്ക്. കാരണം നമ്മൾ ചില സത്യങ്ങൾ അങ്ങനെയാണ്, അത് എന്നേക്കുമായി മൂടി വയ്ക്കപ്പെടേണ്ടതാണ്. ഇതിന് സമാന്തരമായുള്ള മറ്റൊരു കഥയും കൂടിയുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കാം. ഞാൻ ഏത് നടനാണ്, ഏത് നടനുള്ള സാമ്യമാണ് എന്നൊന്നും നിങ്ങളോട് പറയാഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും ഈർഷ്യവും തോന്നരുത്. കാരണം ഇത് ഒരു ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ഒരു നടൻ്റെ ജീവിത അല്ലെങ്കിൽ അയാളെ അപഹസിക്കുവാനോ പരിഹസിക്കുവാനോ ഒരിക്കലും നമ്മൾ ആളല്ല. അതുതന്നെയുമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ലഭിക്കുന്നില്ല. തന്നെയുമല്ല, ഇതിന് 100-ൽ 101% സത്യാവസ്ഥയും വസ്തുതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് എന്തുകൊണ്ടാണ് ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുകയും നമ്മൾ കാണുകയും നമ്മൾ അനലൈസ് ചെയ്യുകയും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ കാണുന്നത് മാത്രമായിരിക്കില്ല അതിൻ്റെ സത്യം. നേരും നിറവും വസ്തുതകളും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതായിരിക്കണമെന്ന് ഒരിക്കലുമില്ല. അത് എൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ കാര്യത്തിലാണെങ്കിലും അത് അങ്ങനെയായിരിക്കാം. ചില സമയത്തൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയും സംഭവിക്കാം എന്നൊരു നേരറിവ് മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാഥാർത്ഥ്യത്തിൻ്റെ കഥ നിങ്ങളുമായി പങ്കുവച്ചത്. സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം വീണ്ടും എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു.